വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയത് ധനബില്ലിൽ ഉണ്ടാകുമെന്ന് കരട് ബില്ല് പ്രസിദ്ധീകരിച്ചതോടെ വ്യക്തമായി. എന്നാൽ ആ തീരുമാനം UDF സർക്കാരിനുണ്ടാക്കിയ തലവേദന ചെറുതല്ല. പ്രതിപക്ഷ വിമർശനങ്ങൾക്കപ്പുറം നയവ്യതിയാനം ഉയർത്തി പാർട്ടിക്കകത്തു നിന്നും മുന്നണിക്കകത്തു നിന്നും ഉയർന്ന എതിർപ്പ് നിസ്സാരമായിരുന്നുമില്ല. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന ചർച്ചയ്ക്ക് ശേഷം മതിയെന്ന ഉറപ്പാണ് വരും ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് ചൂടുപിടിപ്പിക്കുന്നത്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട്. വീര്യം കുറയുക മദ്യത്തിനോ നിലപാടുകൾക്കോ? യു-ടേൺ ആക്ഷേപം അശനിപാതം പോലെ തലയിലേറ്റ സമയത്താണ് വീര്യം കുറഞ്ഞ മദ്യവിവാദം. തീരുമാനം നടപ്പാക്കാനല്ലെന്നും നികുതി നിശ്ചയിച്ചതാണെന്നുമൊക്കെയുള്ള ആദ്യ പ്രതിരോധം ഫലം കണ്ടില്ല. എന്നാൽ ധനബില്ലിന് ശേഷമുള്ള സർക്കാർ നീക്കങ്ങൾ ശ്രദ്ധേയമാകും. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. UDF ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിൻ്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് സർക്കാർ അഴിമതിക്ക് നീക്കം നടത്തുന്നുവെന്ന് വിമർശിച്ചയാളാണ് VD സതീശൻ. എന്നാൽ അതേ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ നികുതി കുറച്ചാൽ പ്രതിപക്ഷം അടങ്ങിയിരിക്കില്ലെന്ന് ഉറപ്പ്. സംഭവം കഴിഞ്ഞ സർക്കാരാണ് ചട്ടഭേദഗതി വരുത്തിയത്. ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന കാറ്റഗറിയും നിശ്ചയിച്ചു. പക്ഷേ അപകടം മുൻകൂട്ടി കണ്ട് നികുതി ഘടന നിശ്ചയിച്ചില്ല. ഉയർന്ന നികുതി കാരണം മദ്യക്കമ്പനികൾ കേരളത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യവുമായി എത്തിയതുമില്ല. എന്നാൽ VD സതീശന്റെ ബജറ്റിൽ 251% എന്ന മുൻ സർക്കാരിന്റെ നികുതി കുറഞ്ഞു. 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%, 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% നികുതിയും നിരക്ക് നിശ്ചയിച്ചു. ഇതോടെ കർഷകരെ സഹായിക്കാൻ ഇടതു സർക്കാർ വരുത്തിയ ചട്ടഭേദഗതി ബെക്കാഡി കമ്പനിക്കായി VD സതീശൻ അട്ടിമറിച്ചുവെന്ന് പോലും പ്രതിപക്ഷം കടന്നാക്രമിച്ചു. കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം. പ്രതിപക്ഷ വിമർശനം പോട്ടെന്ന് വെക്കാം. മുഖ്യമന്ത്രിക്ക് കാലിടറിയത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള വിമർശനങ്ങളിലാണ്. മുഖ്യമന്ത്രിയാകാൻ സതീശനെ പിന്തുണച്ച സാക്ഷാൽ VM സുധീരൻ തന്നെ തിരുത്തലിന് മുന്നിട്ടിറങ്ങി. ഈ 1-2 കാര്യങ്ങളിലാണ് ഇപ്പോൾ നമുക്കൊരു വിയോജിപ്പ് വന്നിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് കത്തിൻ്റെ രൂപത്തിലും കൊടുത്തു. ഏതായാലും ഇതേ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിൻ്റെ സർവ്വതലത്തിൽ നിന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. വകുപ്പ് മന്ത്രി അറിയാതെ എടുത്ത പ്രധാന തീരുമാനത്തിലും അതൃപ്തി ഉയർന്നു. ബജറ്റ് രഹസ്യം പുറത്തു പറയാത്തതിൽ കുഴപ്പമില്ലെന്നും എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ എക്സൈസാണ് തീരുമാനമെടുക്കേണ്ടതെന്നും M ലിജു വ്യക്തമാക്കി. ഇതോടെ യു-ടേൺ പ്രതീതി ഉയർത്തി ബജറ്റ് പ്രസംഗത്തിനുള്ള മറുപടിയിൽ VD സതീശൻ നിലപാട് പറഞ്ഞു. വിഷയം UDF-ൽ ചർച്ച ചെയ്യും. പക്ഷേ പ്രതിപക്ഷം വെറുതെ ഇരുന്നില്ല. ചട്ടഭേദഗതി നിശ്ചയിച്ചത് മുൻ സർക്കാരാണെന്ന ഫയൽ നീക്കങ്ങളുടെ രേഖകളടക്കം പുറത്തുവന്നെങ്കിലും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്ക് വഴിയൊരുക്കിയില്ലെന്ന് പ്രതിരോധിച്ച് മുഖ്യമന്ത്രി VD സതീശനെ കടന്നാക്രമിച്ചു. ഇതിനിടെയാണ് വിവാദ തീരുമാനം ധനബില്ലിൽ വരുമോ എന്ന ആകാംക്ഷ ഉയർന്നത്. ഒടുവിൽ ഇന്നലെ ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന ധനബില്ലിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായി. വിൽപ്പനയിൽ തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷമെന്നാണ് സർക്കാർ ഉറപ്പ്. കൂടാതെ എക്സൈസാണ് വിൽപ്പന തീരുമാനിക്കേണ്ടതെന്നും പറയുന്നു. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ആലോചിച്ചു മാത്രം പ്രതികരണമെന്നാണ് മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ ഇപ്പോഴത്തെ നിലപാട്. വിവാദമായ ബജറ്റ് നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തരുതെന്നായിരുന്നു സുധീരന്റെ ആവശ്യം. എന്നാൽ UDF-ൽ ചർച്ച ചെയ്യുമെന്ന പ്രഖ്യാപനം പാർട്ടിയിലും മുന്നണിക്കുള്ളിലും സമവായത്തിന് വഴിയൊരുക്കി. ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശിച്ചത്. നികുതി ഇളവ് മദ്യക്കമ്പനികൾക്ക് വേണ്ടിയെന്നാരോപിക്കുന്ന CPIM ധനബിൽ അവതരിപ്പിക്കുന്നത് സ്പീക്കർ തടയണമെന്ന് ആവശ്യപ്പെടുന്നു. മദ്യനയം പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശങ്ങൾ പിൻവലിച്ചുകൊണ്ടുമായിരിക്കണം അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ധനബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട VM സുധീരൻ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. അപ്പോൾ സാധാരണ നിലയിൽ മേൽക്കൂര കെട്ടിയതിന് ശേഷം അടിത്തറ പാകാം എന്ന് പറയുന്നതിന് സമമാണിത്. ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ച ശേഷമാണ് നികുതി ഇളവ് ധനബില്ലിൽ ഉൾപ്പെടുത്തിയതെന്ന വിവരമുണ്ട്. UDF-ൽ ചർച്ച ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും എപ്പോൾ UDF നടക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. അതിനാൽ തന്നെ
വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീര്യം കൂടിയ വിവാദം ഇനിയും ഉണ്ടാകും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.